പ്രമോദ് എന്നോടൊപ്പം തുടരുന്നുണ്ട്. പ്രമോദ്, തുടരാം. അതായത് നിഷ, ഞാൻ പറഞ്ഞു വന്നത് കടത്തോഴൻ എന്ന് പറഞ്ഞ സിനിമയിലെ മഞ്ഞളയിൽ മുങ്ങി തോർത്തി എന്ന് പറയുന്ന ആ ഗാനമാണല്ലോ നമുക്ക് ജയചന്ദ്രന്റേതായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആദ്യത്തെ ഗാനം. അത് 1967 അദ്ദേഹം പാടുന്നത് എന്നാണ്. ഞാൻ ജനിക്കുന്നത് 2 വർഷം മുമ്പാണ്. പക്ഷെ നമ്മുടെ ഈ ഗാനസങ്കല്പങ്ങളിലുമൊക്കെ ആദ്യമായി ഏറ്റവും അധികം ശക്തമായി കയറി വരുന്നത് യേശുദാസ് തന്നെയാണ്. പക്ഷെ യേശുദാസിനോടൊപ്പം മറ്റൊരു ശബ്ദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അക്കാലത്തൊക്കെ ഈ ഒരുപക്ഷെ ഈ സിനിമാ താരങ്ങളുടെ ശബ്ദം അവർക്ക് വേണ്ടി ശബ്ദം നൽകുന്ന ആളുകളായിട്ട് കൂടിയാണല്ലോ ഇവരെ കാണുമ്പോൾ. പ്രേം നസീറും ജയനും കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പ്രേം നസീറിന്റെ ശബ്ദത്തിൽ യേശുദാസും ജയന്റെ ശബ്ദത്തിൽ ജയചന്ദ്രനും വരാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ കാണുമായിരുന്നു, നമ്മൾ ചിന്തിക്കുമായിരുന്നു. ആ നിലയിലാണ്, അതായത് യേശുദാസ് ജയചന്ദ്രൻ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു രണ്ടാം സ്ഥാനം എന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ജയചന്ദ്രന് ആ ഘട്ടം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ സംശയിക്കാറുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ജയചന്ദ്രന്റെ ശബ്ദത്തിന് ആരാധകർ ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ആരാധകർ ഉണ്ടാവുകയും ആ ശബ്ദം ഒരുപക്ഷെ മറ്റെല്ലാറ്റിനും ഉപരിയായി ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വന്നു വരികയും ചെയ്തു. ആ നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ യേശുദാസ് ജയചന്ദ്രൻ എന്ന തരത്തിലുള്ള ആ തട്ട് തിരിച്ചുള്ള ഒരു കാര്യമല്ല ഉള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഭാവഗാന രീതിയിലും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ മറ്റെല്ലാ പാട്ടുകളെ പോലെ തന്നെ ഒരു പ്രഥമ ഗണനീയമായി മാറുകയാണ് ചെയ്തത് എന്ന് നമുക്ക് പറയാം. ഇപ്പോ നക്ഷത്രങ്ങളിലെ പാട്ട് നമുക്ക് ഓർമ്മിച്ചെടുക്കാം. നക്ഷത്രങ്ങളിൽ തന്നെ യേശുദാസ് പാടിയ പാട്ടുണ്ട്. അതുപോലെ തന്നെ ജയചന്ദ്രനെ ആരെയും ഭാവഗായകനാക്കും എന്നുള്ള പാട്ടാണ്. അപ്പൊ അതിൽ തന്നെ മറ്റ് പാട്ടുകൾക്കൊപ്പം തന്നെയാണ് യേശുദാസിന്റെ വളരെ പ്രശസ്തമായ പാട്ടിന്റെ ഒപ്പം തന്നെയാണ് ഈ ആരെയും ഭാവഗായകനാക്കും എന്ന പാട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. അത് അതിമനോഹരമായി അതിലളിതമായി പാടി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗാന രീതിയിൽ തന്നെ, അദ്ദേഹം പാടുന്ന രീതിയിൽ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഒരു ലളിതമായി പാടുക, അതേസമയം തന്നെ അക്ഷരശുദ്ധി എന്നുള്ളത് ഏറ്റവും ഇതൊന്ന് യാദൃച്ഛികമായിട്ടായിരിക്കണം. ഞാൻ ഇന്ന് രാവിലെ കേട്ട ഒരു പാട്ട് നിഷാദ്, പൊന്നുഷത്തെന്നും നീരാടാൻ വരുവി എന്നുള്ള പാട്ടാണ്. മേഘമൽഹാറിലെ പാട്ട്. അതെ, മേഘമൽഹാറിന്റെ പാട്ട്. അത് ചിത്രയോടൊപ്പം പാടിയിരിക്കുന്നതാണ് നമ്മുടെ ഇദ്ദേഹമാണല്ലോ അതിന്റെ സംഗീത സംവിധാനം, രമേശ് നാരായണൻ. അപ്പം അതില് അദ്ദേഹത്തിന്റെ ഒരു സംഗീത രീതി, അല്ലെങ്കിൽ അദ്ദേഹം പാടുന്നതിന്റെ രീതി അതിനകത്ത് അസാധാരണമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ചമ്പകം എന്നുള്ള വാക്ക്, ചെമ്പകം എന്നാണ് ചിത്ര പാടുക, പക്ഷെ ജയചന്ദ്ര ചമ്പകം എന്ന് പാടും. അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂവിന്റെ പേര് ചമ്പകം എന്നായാലും ചെമ്പകം എന്നായാലും പാടുന്നതിൽ എന്താണ് വ്യത്യാസം? പക്ഷെ ജയചന്ദ്രൻ അങ്ങനത്തെ ചില സംഗതികൾ ഉണ്ടായിരുന്നു. അതൊരു സംഗതിയായിട്ട് നമ്മൾ ഇക്കാലത്ത് നമ്മുടെ പാട്ടുകളിലെ സംഗതിയായിട്ട് നമ്മൾ പറയുന്നതിനകത്ത് ഒന്ന് അങ്ങനെയാണ്. എവിടെയാണ് ചെമ്പകം എന്ന് പറഞ്ഞിട്ടാണ് ചമ്പകം എന്നാണ് പാടുക. അതുപോലുള്ള വളരെ രസകരമായ ഭയങ്കര നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന കുറെ സംഗതികൾ. അതുപോലെ തന്നെ ഇപ്പൊ നിറം എന്ന് പറയുന്ന സിനിമയിലാണല്ലോ അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. കാലം നമ്മിൽ മോഹം നൽകി, പ്രായം നിന്നിൽ മോഹം നൽകി എന്ന് പറയുന്ന പാട്ടിലൂടെ. അതൊരു ഭയങ്കരമായ തിരിച്ചുവരവായിരുന്നു. ഒരു പുതിയ ജനറേഷനിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്തൊരു മടക്കം അദ്ദേഹമൊക്കെ ഏതാണ്ട് പിൻവാങ്ങിയെന്ന് നമ്മൾ തോന്നിയിരുന്ന ഒരു കാലത്ത് പെട്ടെന്ന് ഒരു തിരിച്ചുവരവായിരുന്നു. അത് അതിമനോഹരമായ തിരിച്ചുവരവിന് ശേഷം പിന്നെ അദ്ദേഹം പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു ഒരുപാട് പാട്ടുകളിലൂടെയും ഒക്കെ തന്നെ. ഇപ്പൊ തിളക്കം എന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയ ഒരു പാട്ടുള്ള നീ ഒരു പുഴയായി എന്ന് പറയുന്ന പാട്ട്. അത് ഒരു സോളമാണ്. അത് നമുക്ക് കേട്ടാൽ അറിയാം എന്തൊരു ബ്യൂട്ടിഫുൾ ആണത്. എത്ര ലളിതമായിട്ടാണ് അത് പാടിയിരിക്കുന്നത്. അതിന്റെ മ്യൂസിക്കിനെ എത്രത്തോളം അദ്ദേഹവും ആസ്വദിക്കുന്നു, എത്രത്തോളം അദ്ദേഹം നമ്മളെ കൊണ്ടും ആസ്വദിപ്പിക്കുന്നു എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് ആ നിലയ്ക്കുള്ള പാട്ടുകളാണ് എപ്പോഴും ജയചന്ദ്രന്റേതായിട്ട് നമ്മൾ പ്രമോദ്. ഇതിനകത്ത് ഇപ്പൊ യേശുദാസിന്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പൊ യേശുദാസിനെ കുറിച്ച് പറയുമ്പോൾ യേശുദാസിന്റെ ഒരു എന്താണ്
മൊണോപ്പൊളി ഉണ്ടായിരുന്ന ഒരു കാലം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭയ്ക്ക് മുന്നിൽ കൂടുതൽ ആളുകൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഉള്ളവരുണ്ടല്ലോ. പക്ഷേ അങ്ങനെ യേശുദാസിൻ്റെ ഒരു വലിയ ഒരു അതികായനായ യേശുദാസ് മുന്നോട്ട് പോകുന്ന കാലത്തും ഏതെങ്കിലും നിലയ്ക്ക് അപ്രസക്തനാവുകയോ അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു ശോഭ കുറയുകയോ ചെയ്തില്ല എന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് സവിശേഷമാണെന്ന് തോന്നുന്നു. വളരെ വളരെ പ്രധാനമാണ് നിസാർ. കാരണം അന്ന് യേശുദാസ് ഏറ്റവും എന്താ പറയാ ആധികാരികമായ ശബ്ദം, മലയാളത്തിന്റെ ശബ്ദം നിഘണ്ടു എന്നൊക്കെ തരത്തിൽ പറയാവുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നിഘണ്ടു എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണല്ലോ യേശുദാസിന്റെ. അതിനോടൊപ്പം പിടിച്ചു നിൽക്കുകയോ ഒന്നുമല്ല, അദ്ദേഹം അതിന്റെ ഉന്നതിയിൽ തന്നെയായിരുന്നു, യേശുദാസിനൊപ്പം തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അക്കാലത്തെ സിനിമകളിൽ ഇപ്പൊ നായകന്മാരെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാവുമായിരുന്നല്ലോ. നമുക്കറിയാം, ഇപ്പൊ ഒരു ജോഷിയുടെയൊക്കെ സിനിമ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേംനസീറും ഉണ്ടാവും, ജയനും ഉണ്ടാവും, സുകുമാരനുണ്ടാവും, സോമനുണ്ടാവും, ഇങ്ങനെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ ആ നായകന്മാർക്കൊക്കെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ആവശ്യമായിരുന്നു. ബ്രഹ്മാനന്ദൻ പാടുന്നുണ്ടാവും, ഒരേ സിനിമയിൽ തന്നെ ബ്രഹ്മാനന്ദൻ പാടും, യേശുദാസ് പാടും, ജയചന്ദ്രൻ പാടും, കപുകറ പാടും, അങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെയും ശബ്ദങ്ങൾ വരാറുണ്ടായിരുന്നു ഒരു സിനിമയിൽ തന്നെ. ഒരൊറ്റ ശബ്ദത്തിൽ തീരുന്നതായിരുന്നില്ല അക്കാലത്തെ സിനിമാ പാട്ടുകളൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ സർപ്പം എന്ന് പറയുന്ന സിനിമയിൽ നമുക്കറിയാം യേശുദാസും ജയചന്ദ്രനും ഒക്കെ തന്നെ ചേർന്ന് പാടുന്ന ഒരു സംഘഗാനമുണ്ട്. ഭയങ്കരമായ ഒരു ഈസി സോങ് ആയിരുന്നു അത്, സ്വർണ്ണമീനിന്റെ എന്ന് പറയുന്ന പാട്ട്. എനിക്ക് അത് നിഷാദിന് അറിയാമായിരിക്കും. അപ്പൊ അതെ, എല്ലാ കാലത്തും യേശുദാസിനൊപ്പം തന്നെ നിൽക്കുകയും ഒരു വിഭാഗത്തിന് യേശുദാസിന്റെ ശബ്ദത്തോടൊപ്പം തന്നെ അങ്ങേയറ്റം പ്രിയങ്കരമായി മാറുകയും ചെയ്ത ശബ്ദമാണ് ജയചന്ദ്രന്റെ. ഇപ്പോ ആദ്യകാലത്ത് ഇപ്പൊ ഉപാസന എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ സുപ്രഭാതം എന്നുള്ള പാട്ട്, അതുപോലെ ഒട്ടനവധി കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്നുള്ള പാട്ട്. അപ്പൊ അങ്ങനെ യേശുദാസ് ജയചന്ദ്രന്റെ ശബ്ദത്തിൽ അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില പാട്ടുകളുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ആ ശബ്ദവും അദ്ദേഹത്തിന്റെ ആ സ്വരശുദ്ധിയും പലതും അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അത് നമ്മൾ മലയാളികൾ എത്രയോ വർഷങ്ങളായി കൊണ്ടുവരണം. നമുക്കറിയാം, മഞ്ഞളിൽ നിന്ന് തോർത്തി എന്നുള്ള പാട്ട് ഇന്നും നമ്മുടെ ചുണ്ടുകളിൽ കത്തിക്കളിക്കുന്നു എന്ന് പറഞ്ഞ 67 പാട്ടാണ് ഓർക്കണം. അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം തൊട്ട്, അതിനു മുമ്പ് കുഞ്ഞാലി മരക്കാറിലൊരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ തന്നെയും മഞ്ഞളയിൽ നിന്ന് തോർത്തിയാണ് ജയചന്ദ്രന്റെ ആദ്യത്തെ പാട്ടായിരുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തൊട്ട് ഇന്നേ വരെയുള്ള പാട്ടുകളിൽ അദ്ദേഹം പാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു, അത് മുഴുവൻ നമുക്ക് ഓർമ്മിക്കാനും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഭാവനയാണ്. അതുകൂടാതെയാണ് ലളിതഗാനങ്ങളിൽ ജയചന്ദ്രന്റെ ഒരു വലിയ സംഭാവനയുള്ളത്. ലളിതഗാനങ്ങളിൽ ഇപ്പോ ഒരു ഘട്ടത്തിൽ ദേവരാജനും ONVയും ഒന്നിച്ചെഴുതി സംവിധാനം കുറെ വർഷങ്ങൾക്ക് ശേഷം, കുറെ കാലത്തിന് ശേഷം ഒരു ലളിതഗാനം വരികയുണ്ടായി. അത് ജയചന്ദ്രനാണ് പാടുന്നത്. അതിന്റെ തുടക്കം വരികൾക്ക് എനിക്ക് എന്തോ ഓർമ്മ വരുന്നില്ല, ഒരു താരാട്ട് പോലെയുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല, ലളിതഗാനത്തിലെ പണ്ട് മുതൽക്ക് തന്നെ ഇപ്പൊ കുട്ടികൾ നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ പാടുന്ന ഒരുപാട് പാട്ടുകൾ, ലളിതഗാനങ്ങൾ പാടിയിട്ടുള്ളത് ജയചന്ദ്രനാണ്. യേശുദാസിന്റെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തന്നെ. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളിലേക്ക് അങ്ങ് എടുക്കുകയാണ്. അത് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഇന്നത്തെ പാട്ടുകളുടെ പോലെ ഒരു പെട്ടെന്ന് ഒരു ആകർഷണം തോന്നി പിന്നെ അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. അത് കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. അത് ജയചന്ദ്രന്റെ വിടവാങ്ങൽ എന്ന് പറയുന്നത് നമുക്ക് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗായകന്റെ സാധാരണമായ തിരോധാനമല്ല, അതൊരു വലിയ സംഭവമാണ്. നമ്മൾ കാണേണ്ട, നമ്മളെ സ്വാധീനിച്ച, നമുക്ക് ഏറ്റവും അധികം നമ്മളെ ഒഴുകിയ ഒരു ശബ്ദം മറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ തലമുറകളെ ആ നിലയ്ക്ക് സ്വാധീനിച്ച, എത്രയോ തലമുറകൾക്ക് മഹത്തായ മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച പാട്ടുകൾ എന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് പ്രമോദ് സാറ് സംസാരിക്കുമ്പോഴാണ് എത്ര പാട്ടുകളുണ്ട് നമുക്ക് ഓർമ്മ വരും. ഇപ്പം നീ ഒരു പുഴയായി എന്ന് പറയുന്ന പാട്ടിന് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നീട് പഴയ കുറേ അധികം പാട്ടുകൾ, ഇപ്പം നീലഗിരിയുടെ സഖികൾ എന്നുള്ള പ്രേം നസീറിൻ്റെ ആ സോളോ, അത് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റാണ്. കരിയർ ബെസ്റ്റ് എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഈ മേഘമൽഹാറിലെ പാട്ട് എടുത്തു പറയേണ്ട പാട്ടാണ്, പൊന്നുഷസ് എന്നും. ഒരുപക്ഷെ മലയാളികളെ ഇത്രമേൽ ഹൃദയത്തിൽ സ്പർശിച്ച പാട്ടുകളിലൊന്ന് എന്ന് എടുത്തു പറയേണ്ടതാണ്. അപ്പം എല്ലാ കൈൻഡ് ഓഫ് മനുഷ്യരെയും അത്ര തൊടാൻ കഴിഞ്ഞ പാട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ എന്നാണ്.